വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ. പരിസ്ഥിതി ക്വിസ് പാർട്ട് 9. സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ബോട്ടണി. സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ബോട്ടണി. മൃഗങ്ങളെക്കുറിച്ചുള്ള പഠനം സുവോളജി. മൃഗങ്ങളെക്കുറിച്ചുള്ള പഠനം സുവോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. പുല്ലുകളെക്കുറിച്ചുള്ള പഠനം അഗ്രസ്റ്റോളജി. പുല്ലുകളെക്കുറിച്ചുള്ള പഠനം അഗ്രസ്റ്റോളജി. വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെൻഡ്രോളജി. വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെൻഡ്രോളജി. വിത്തുകളെക്കുറിച്ചുള്ള പഠനം സ്പേമോളജി. വിത്തുകളെക്കുറിച്ചുള്ള പഠനം സ്പേമോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. പൂക്കളെക്കുറിച്ചുള്ള പഠനം ആന്തോളജി. പൂക്കളെക്കുറിച്ചുള്ള പഠനം ആന്തോളജി. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. വംശനാശം സംഭവിക്കുന്ന ജീവികളെക്കുറിച്ചുള്ള പുസ്തകം റെഡ് ഡാറ്റ ബുക്ക്. വംശനാശം സംഭവിക്കുന്ന ജീവികളെക്കുറിച്ചുള്ള പുസ്തകം റെഡ് ഡാറ്റ ബുക്ക്. മത്സ്യകൃഷി അറിയപ്പെടുന്നത് പിസികൾച്ചർ. മത്സ്യകൃഷി അറിയപ്പെടുന്നത് പിസികൾച്ചർ. ഹരിതകത്തിൽ അടങ്ങിയ വർണ്ണകം ക്ലോറോഫിൽ. ഹരിതകത്തിൽ അടങ്ങിയ വർണ്ണകം ക്ലോറോഫിൽ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസി. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസി. ഇലകൾക്ക് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകം സാന്തോഫിൽ. ഇലകൾക്ക് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകം സാന്തോഫിൽ. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല. മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക. മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരിലെ മണ്ണുത്തി. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരിലെ മണ്ണുത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. 2025 മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന വന്യജീവി സംരക്ഷകനാര്? വാൽമീക് താപ്പർ. 2025 മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന വന്യജീവി സംരക്ഷകനാര്? വാൽമീക് താപ്പർ. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇപ്കയുടെ ആസ്ഥാനം ഡൽഹി. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇപ്കയുടെ ആസ്ഥാനം ഡൽഹി. ഇപ്കയുടെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ഇപ്കയുടെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി. പട്ടുനൂൽ കൃഷി അറിയപ്പെടുന്നത് സെറികൾച്ചർ. പട്ടുനൂൽ കൃഷി അറിയപ്പെടുന്നത് സെറികൾച്ചർ.